നിയാമിസ് ആണ്. നാഷണൽ അക്കൗണ്ടിങ്ങിൽ എല്ലാവർക്കും കൺഫ്യൂസ് ആകുന്ന ഒരു ടോപ്പിക്കാണ് മിസ് ഇത് ഇവിടെ ക്ലിയർ ആക്കി സെറ്റ് ആക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ വേണ്ടി പോകുന്നത്. മകളെ, ഡിപ്രീസിയേഷൻ എവിടെ ആഡ് ചെയ്യണം, NFI എവിടെ കുറയ്ക്കണം, NIT എവിടെ ആഡ് ചെയ്യണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഡിപ്രീസിയേഷൻ? വെയർ ആൻഡ് ടിയർ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ് ഉണ്ടാവുന്ന ഏതൊരു, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ മിസ്സിന് ഒരു വണ്ടി ഉണ്ടാവുന്നു. വണ്ടി ഒരു 10 വർഷം കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോഴത്തേക്ക് വണ്ടിക്ക് എന്തുണ്ടാവുന്നു? ഒരുപാട് പണികൾ ഉണ്ടാവുന്നു അല്ലെ. വർഷം കഴിയുന്നതോടെ ഡിപ്രീഷിയേറ്റ് ആയി വരും അല്ലെ. അതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. വെയർ ആൻഡ് ടിയർ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സിന്റെ വെയർ ആൻഡ് ടിയർ, തേയ്മാനം അഥവാ മൂല്യത്തകർച്ച. NFI എന്താണ്? ഇവിടുന്ന് കുറച്ച് ആൾക്കാർ വിദേശത്ത് പോയി പണിയെടുക്കുന്നു, അവരവിടെ ഇൻകം ഉണ്ടാക്കുന്നു. ആ ഇൻകത്തിൽ നിന്ന് വിദേശത്തുനിന്ന് നമ്മുടെ രാജ്യത്ത് കുറെ ആൾക്കാർ വന്ന് പണിയെടുക്കുന്നില്ലേ, അവരുടെ ഇൻകം. അത് രണ്ടിനും ഡിഫറൻസ് ആണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് NIT. എന്താണ് NIT എന്ന് പറയുന്നത്? നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. ഇൻഡയറക്ട് ടാക്സിന്റെയും സബ്സിഡിയുടെയും ഡിഫറൻസ് ആണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. ഇൻഡയറക്ട് ടാക്സ് മിസ് ഒരു എക്സാമ്പിൾ പറയാം. മിസ് ഒരു ബുക്ക് വാങ്ങി, ബുക്കിന് 500 രൂപയാണ്. ആ 500 രൂപയിൽ 10% ടാക്സ് ആയിരുന്നു. മിസ് ഡയറക്റ്റ് ഗവൺമെന്റ് അടച്ചാണോ? അല്ല, ആ ബുക്കിൽ ഉൾക്കൊള്ളിച്ച് നമുക്ക് തന്നത് കൊണ്ട് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ആ ടാക്സ് അടച്ചത്. അതിനെയാണ് ഇൻഡയറക്ട് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അടയ്ക്കുകയാണ്. ഇനി സബ്സിഡി എന്താണ്? ഒരു പ്രൊഡ്യൂസറിന് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആണ് സബ്സിഡി എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് ആണ് NIT. മക്കളെ, വേറെ 2 ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? കൺസെപ്റ്റുകളുണ്ട്. ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും. മിസ് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇത് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. FC എന്നും MP എന്നും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് മിസ് MP, എന്താണ് FC? മക്കളെ, മിസ് ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുകയാണ്. എന്തുണ്ടാക്കുകയാണ്? ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുകയാണ്. ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മിസ്സിന് കുറച്ച് പൈസ ചെലവാകും. എക്സാമ്പിൾ 100 രൂപ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെലവായി. അതാണ് ഫാക്ടർ കോസ്റ്റ്. ഇനി മിസ് എന്ത് ചെയ്യാണ്? ഇത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുകയാണ്. ഇതിനോട് ടാക്സ് വരും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. അപ്പൊ മിസ് എന്ത് ചെയ്തു? 200 രൂപയ്ക്ക് വിറ്റു. അതാണ് മാർക്കറ്റ് പ്രൈസ്. ഒരു സാധനം ഉണ്ടാക്കാനുള്ള ചെലവിനെ ഫാക്ടർ കോസ്റ്റ് എന്നും, അത് കഴിഞ്ഞ് ആ സാധനത്തിന്റെ കൂടെ ടാക്സ് ഒക്കെ ആഡ് ചെയ്ത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുമ്പോൾ ഉള്ള പ്രൈസ് ആണ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുമ്പോൾ ഉള്ള പ്രൈസ്, അങ്ങനെ ആലോചിക്കുക, അങ്ങനെ കണക്ട് ചെയ്യുക മാർക്കറ്റ് പ്രൈസിനെ. ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ ഉള്ള ചെലവാണ് ഫാക്ടർ കോസ്റ്റ്. അത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുമ്പോൾ, ടാക്സ് ഒക്കെ ആഡ് ചെയ്ത് കൊണ്ട് വിൽക്കുമ്പോൾ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് പ്രൈസ്. അതുകൊണ്ടാണ് മാർക്കറ്റ് പ്രൈസിൽ എന്തുള്ളത്? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഉള്ളത്. എന്തുള്ളത്? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഉള്ളത്. FCയിൽ എന്തില്ല? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഇല്ലടാ. ഓക്കെ, സെറ്റ് അല്ലേ? ഇതുവരെ വളരെ വളരെ ശരിയല്ലേ? കിട്ടണേ കേട്ടാ. ഓക്കെ, ഇനി അടുത്തത്, ഈ ഒരു പിക്ചർ മനസ്സിൽ പതിപ്പിക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക, കൃത്യമായിട്ട് പഠിക്കുക. മക്കളെ, നമുക്ക് എപ്പോഴും ഉള്ള സംശയമാണ്, ഗ്രോസിലാണോ നെറ്റിലാണോ ഡിപ്രീസിയേഷൻ? നാഷണൽ പ്രൊഡക്റ്റിലാണോ ഡൊമസ്റ്റിക്കിലാണോ NFI ഉള്ളത്? MP ആഡ് ചെയ്യണോ നെറ്റ് ഇൻഡയറക്ട് ടാക്സ്, അതോ കുറയ്ക്കണോ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്നുള്ള കൺഫ്യൂഷൻസ് അത് ഇപ്പൊ തീരാൻ വേണ്ടി പോവാണ്. മക്കളെ, ഒരു ഗ്രോസ് പ്രൊഡക്റ്റിനെ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യണം? GDPനെ എന്താക്കണം? NDP ആക്കണം. എന്താക്കണം? GDPനെ NDP ആക്കണം. എന്താ ചെയ്യേണ്ടത്? Gനെ എന്നാക്കാൻ എന്താ ചെയ്തത്? ഗ്രോസിൽ എന്തുണ്ട്? ഡിപ്രീസിയേഷൻ ഉണ്ട്. അതുകൊണ്ട് മൈനസ് ചെയ്താൽ മതി. നോക്കിക്കേ, നമ്മൾ എന്താ ചെയ്തത്? ഗ്രോസിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് കിട്ടും. ഈ നെറ്റിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഡിപ്രീസിയേഷൻ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ G കിട്ടും, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടും. ഇവിടെ എന്ത് കിട്ടും? മൈനസ് ചെയ്താൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടും. ഇതേപോലെ തന്നെ. പിന്നെ മിസ് വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? GNPനെ നമുക്ക് NNP ആക്കാൻ വേണ്ടി പറ്റും. കാരണം അറ്റ് എ ടൈം നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഒരു ലെറ്ററേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമുക്ക് GNPനെ NDP ആക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം 2 ലെറ്റർ ചേഞ്ച് ചെയ്തു. പറ്റത്തില്ലെന്നല്ല പറയുന്നത്, പക്ഷെ കുറച്ച് ട്രിക്കിയാണ്. മക്കളെ നോക്കിക്കേ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? GNPനെ നമുക്ക് എന്താക്കാം? NNP ആക്കാം. എന്താക്കാം? NNP ആക്കാം. കാരണം എന്ത് ചെയ്യാം? ഗ്രോസിനെ നെറ്റ് ആക്കുന്നേ ഉള്ളൂ, ബാക്കി രണ്ടും സെയിം ആയിട്ട് തന്നെ ഉണ്ട്. ഇനി എന്ത് ചെയ്യാം? ഈ NNPനെ നമുക്ക് NDP ആക്കിക്കൂടെ? ഈ NNPനെ NDP ആക്കിക്കൂടെ? ഈ ഒരു 2 ലെറ്റർ അല്ലേ, ഇവിടെ 1 ലെറ്റർ അല്ലേ മാറുന്നുള്ളൂ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇതൊന്ന് ജസ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം സിമ്പിൾ ആയിരിക്കും. അങ്ങനെ ഡിപ്രീസിയേഷൻ എവിടെ ഉണ്ട്? ഡിപ്രീസിയേഷൻ ഇവിടെ എല്ലാം നോക്കി. ഇനി നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് നാഷണലിലാണോ ഡൊമസ്റ്റിക്കിലാണോ ഉള്ളത്? ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യക്ക് അകത്തുള്ളത് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ, പുറത്തോട്ടുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. സോ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എവിടെ ഇല്ല? ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഇല്ല. അതായത് GDPയില് NDPയില് ഒക്കെ ആരില്ല? NFIA ഇല്ല. ആരില്ല? NFIA ഇല്ല. എവിടെ ഉണ്ട്? GNPയില് NNPയില് ഒക്കെ ആരുണ്ട്? NFIA ഉണ്ട്. ഇനി അടുത്തത് മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും. നമുക്കറിയാം മാർക്കറ്റ് പ്രൈസിലാണ് ടാക്സ് ഉള്ളത്, അതുകൊണ്ട് ഫാക്ടർ കോസ്റ്റിൽ എന്തില്ല? നെറ്റിന്റെ ടാക്സ് ഇല്ല. സോ ഫാക്ടർ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഒരു മാർക്കറ്റ് പ്രൈസിൽ നിന്ന് മൈനസ് ചെയ്യുക, നെറ്റിന്റെ ടാക്സ് മൈനസ് ചെയ്യുക. അതായത്
GNP-FC എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിന് ആൻസർ ആണ് GNP MP-യിൽ നിന്നും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്താൽ GNP-FC കിട്ടും. MP-യിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്താൽ FC കിട്ടും. FC-യുടെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്താൽ MP കിട്ടും. നമുക്കെന്നാൽ ഒരു എക്സാമ്പിൾ നോക്കിയാലോ മക്കളെ. GNP MP-യുടെ കൂടെ എന്ത് മൈനസ് ചെയ്യുമ്പോഴാണ് NNP MP കിട്ടുന്നത്? GNP MP മൈനസ് ഡാഷ് ഈസ് ഈക്വൽ ടു NNP MP. എന്താണ് ഇവിടെ വ്യത്യാസം സംഭവിച്ചത്? G എന്തായി? N ആയി. ഗ്രോസ് എപ്പോഴാണ് നെറ്റ് ആകുന്നത്? ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോഴാണ്. സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, NNP മൈനസ് ഡാഷ് ഈസ് ഈക്വൽ ടു NNP FC. NNP MP-യിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുമ്പോഴേ FC കിട്ടുന്നത്? FC-യിൽ എന്തില്ല? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഇല്ല. സോ എന്താണ് മൈനസ് ചെയ്യേണ്ടത്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, GDP FC പ്ലസ് ഡാഷ് ഈസ് ഈക്വൽ ടു GDP MP. FC-യുടെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് MP കിട്ടുന്നത്? ഇവിടെ ബാക്കിയുള്ളതെല്ലാം സെയിം ആണെന്നുണ്ടെങ്കിൽ ഈ 2 ലെറ്റർ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. കാരണം അറ്റ് എ ടൈം ഒരു കൺസെപ്റ്റേ മാറ്റാൻ പറ്റൂ. ഗ്രോസിനെ നെറ്റ് ആക്കാം, നെറ്റിനെ രണ്ടിനെയും കൂടെ വേറെ എന്തെങ്കിലും ആക്കാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ മിസ് നേരത്തെ പറഞ്ഞ പോലെ ഗ്രോസിനെ നെറ്റ് ആക്കാം, അല്ലെങ്കിൽ നെറ്റിനെ ഗ്രോസ് ആക്കാം. അറ്റ് എ ടൈം ഒരു ലെറ്റർ മാത്രം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 2-3 സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും. ഇവിടെ എന്തായിരിക്കും വരിക? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് തന്നെയായിരിക്കും വരിക അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമന്റിൽ പറയണം. GDP-യുടെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് GNP കിട്ടുന്നത്? D-യിൽ നിന്നും N ആയി. എന്ത് കിട്ടുമ്പോഴായിരിക്കും? മക്കളെ ഈ ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഇതായിട്ട് ട്രിക്ക് മനസ്സിലായി എന്നുള്ളതാണ് അർത്ഥം. എല്ലാ മക്കൾക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായി എന്നുണ്ടെങ്കിൽ എല്ലാവരും അടിപൊളിയായിട്ട് ഇത് എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതി വെക്കുക. സോ ഓൾ ദി ബെസ്റ്റ്.